എത്ര മധുരമവൻ നാമമെനിക്കു പാർക്കാൻ ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 23-ാം ദിനം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനത്രേ. ഒരുക്കം ഭൗതികമായ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പുരുഷനും സ്ത്രീയും ഒരുങ്ങുവാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന കാലമാണ്. തൃപ്തിപ്പെടാത്ത മനസ്സുമായാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഒരുക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുക്കുന്നതിന് വിലപ്പെട്ട സമയം, പണം എല്ലാം മറ്റൊന്നും നോക്കാതെ മാറ്റിവെക്കുന്നു. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ബലഹീനമായ മനുഷ്യൻ പ്രതിസന്ധികളിൽ, നഷ്ടങ്ങളിൽ, വേദനകളിൽ അകപ്പെടാതെ നിത്യമായ ആത്മാവിനെ നേടണമെങ്കിൽ ആത്മാവിനെ ഒരുക്കി കർത്താവിനായി കാത്തിരിക്കണം. അപ്രകാരം ആത്മാവിനെ ഒരുക്കണമെങ്കിൽ കർത്താവിൻ്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടുകയും ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചും കൊള്ളണം. ബലഹീനമായ മനുഷ്യൻ പിശാചിനോട് എതിർത്തു നിൽപ്പാൻ കഴിയുകയില്ല. ആത്മാവ് ഒരുക്കമുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ നാം നേടി പിശാചിനെ എതിർക്കുവാൻ കഴിയുമ്പോൾ നാമും ആത്മാവിനോട് ഒപ്പം ഒരുങ്ങിക്കഴിയും. പ്രിയരെ, ബലഹീന മനുഷ്യൻ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം സുവിശേഷത്തിനായി ഒരുക്കുകയും ചെയ്യുമ്പോൾ കാലിന് ചെരിപ്പായും ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പാൻ നമുക്ക് കഴിയും. പ്രാർത്ഥനയോടെ, യാചനകളോടെ, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പൂർണ്ണ സ്ഥിരത നമുക്ക് കാണിക്കാം. ഈ നോമ്പ് നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരുങ്ങുവാനും ഒരുക്കുവാനും കഴിയുമാറാകട്ടെ. ആമേൻ.